നിവാസികളെ സംബന്ധിച്ച് ഒരു നിത്യ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവർ പേടിയൊന്നുമില്ലാതെ ഈ കോസ്വേയിൽ കുടുങ്ങിക്കിടക്കുന്ന വലിയ തടിയൊക്കെ എടുത്ത് മാറ്റുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇതിപ്പോൾ സാമാന്യം ചെറിയ തടിയാണ്, പക്ഷേ മഴയുടെ ശക്തിയൊക്കെ കൂടുമ്പോൾ പ്രത്യേകിച്ചും ശബരിമല വനമേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ വനത്തിനുള്ളിൽ ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ മരങ്ങളായിരിക്കും ഇത്തരത്തിൽ ഒഴുകി എത്തുക. അത് ഈ കോസ്വേയെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു അപകടാവസ്ഥ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ കോസ്വേയുടെ ഈ കമ്പികളൊക്കെ കണ്ടില്ലേ, ഇത് ഈ രീതിയിലുള്ള ഉറപ്പുള്ള കമ്പികളൊക്കെയാണ്. പക്ഷേ ഇതിൽ വലിയ തടികളൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് പൊളിഞ്ഞു പോകുമെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു താൽക്കാലിക സംവിധാനം പോലെയാണ് ഈ കോസ്വേ ഒക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ തടികളൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് നിമിഷവും പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ കുറെ തങ്ങിയിരിപ്പുണ്ട്, ഒഴുകി വന്നോ? ആ തടിയൊക്കെ എടുത്ത് കളയാൻ പറ്റുന്നുണ്ടോ? ഇപ്പം തങ്ങിയിരിക്കുന്നോ? ഒഴുക്കെങ്ങനെയുണ്ട്? ഒഴുപ്പ് കുറഞ്ഞു, ഇപ്പം അല്പം കുറവുണ്ടല്ലേ? ഇപ്പം ഇങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഇവിടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്? 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടക്കട. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 3 മണിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് നല്ല മഴ പെയ്താൽ വീണ്ടും പൊങ്ങും. ഇപ്പോൾ അപ്പുറത്തുള്ള കുടുംബങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കുറച്ച് നേരമല്ലേ വെള്ളം കിടന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പാലം വേണമെന്നൊരു ആവശ്യമുണ്ട് നിങ്ങൾക്ക്? അത് നാട്ടുകാരുടെ ആവശ്യമില്ലേ, കണ്ടില്ലെന്നാ പറയുന്നത്. പറഞ്ഞാവുമെന്ന് പ്രതീക്ഷിക്കും. സർക്കാരിനോട് എന്താ പറയാനുള്ള ഇക്കാര്യത്തിൽ? സർക്കാർ തരാമെന്ന് പറയുന്നുണ്ട്, എന്താ സാഹചര്യം അറിയത്തില്ല. നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഈ മറുകര ഇങ്ങനെ പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു? ഉണ്ടോ? 2 വർഷമായി ഇങ്ങനെ. ഇവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാരെ നേതൃത്വത്തിൽ. ആദ്യം അതിനെന്ത് സംഭവിച്ചു? അത് സർക്കാർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട്ടുകാർ പിരിച്ചാൽ കാശുണ്ടാവുകയില്ല, അതുകൊണ്ട് സർക്കാർ ഏറ്റെടുത്താൽ മതി. നാട്ടുകാരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഒരു പാലം നിർമ്മിക്കാൻ. ഫണ്ട് ഉണ്ടാവുകയല്ലോ. പക്ഷേ നിവൃത്തിയോട് കൊണ്ട് നിങ്ങളത് ചെയ്തു, ഒരു പാലം നിർമ്മിക്കാൻ ശ്രമം നടത്തി. നടത്തിയാൽ മതി. അത് സർക്കാർ ചെയ്യുമെന്ന് ഉറപ്പാണ് പറയുന്നത്. ഇനിയിപ്പോൾ സർക്കാർ ചെയ്തേ പറ്റൂ, അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ആവശ്യം? അതെ. ഈ ഇലക്ഷൻ വന്നാണ് താമസം വന്നത്, കുറേ നടക്കുന്നതാണ് പ്രതീക്ഷ. രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയാണോ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടൊക്കെ ഇത് മുടങ്ങിക്കിടക്കുന്നതെന്നാണോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? അതെ, നടക്കുന്ന പ്രതീക്ഷിക്കുന്നു. നടത്തിയേ പറ്റൂ അല്ലേ? പറ്റൂ. ഇതാണ് സുജിയ പറയുന്നത്. അവർക്ക് വലിയ ആഗ്രഹമാണ് ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത്. നാട്ടുകാർ അവരുടെ ഒരു ശ്രമദാനത്തിലൂടെയൊക്കെ ഒരു പാലം നിർമ്മിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം, ഈ കാണുന്ന വലിയ നദിക്ക് കുറുകെ ഒരു പാലം ഗ്രാമീണവാസികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് സുജയ. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ പ്രതികരണങ്ങളിലൊക്കെ കേട്ടതുപോലെ തന്നെ അതൊക്കെ എങ്ങനെ നടക്കാനാ, എന്നാ പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കാലം കഴിച്ചു കൂട്ടും. ഇപ്പോൾ വെള്ളം ഇറങ്ങിയല്ലോ, 3 മണിയാകുമ്പോഴേക്കും ആ പെയ്ത്ത് വെള്ളമല്ലേ അതങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ആ മനുഷ്യർ ഈ സാഹചര്യത്തെയും കടന്നു പോകും. പക്ഷേ പമ്പാ നദിയിൽ വെള്ളം ഉയരുമ്പോൾ, കൂടുതൽ മഴ പെയ്യുമ്പോൾ, മലയോര മേഖലയാണ്, അവിടെയൊക്കെ മഴ കനക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മനസ്സിലാക്കി പരിഹരിക്കേണ്ടത് അധികൃതരാണ്. ആ പരിഹാരത്തിലേക്ക് അവർ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. MLA അടക്കമുള്ള ആളുകൾ ഈ വെള്ളം കയറുന്നത് അതൊരു സാധാരണ സംഭവമാണ്, അതങ്ങ് ഒഴുകിപ്പോയിക്കോളും എന്ന മട്ടിലങ്ങ് നിൽക്കുകയാണോ പ്രവീൺ? അതെ സുജിയ, അത് ഈ മേഖലയിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവരിത് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം വെള്ളം പമ്പാ നദിയിൽ പൊങ്ങുന്നു എന്ന് പറയുമ്പോൾ അവരാദ്യം റാന്നിയിലേക്കെത്തും, അല്ലെങ്കിൽ അരാഞ്ഞിണി മൺ കോസ്വേയിലേക്കെത്തും, പിന്നല്ലെങ്കിൽ ഇതിന് താഴെയുള്ള മറ്റൊരു കോസ്വേയുണ്ട്, ആ ഭാഗത്തേക്കെത്തും. അത് ഒരു വഴിപാട് പോലെ വന്ന് നോക്കിപ്പോകുന്നു എന്നതിനപ്പുറം ക്രിയാത്മകമായ ഒരു നടപടി, ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനല്ലേ സർക്കാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളുമൊക്കെ ശ്രമിക്കേണ്ടത്. അത് ഈ നേരത്തെ ആ അപ്പച്ചൻ പറഞ്ഞതുപോലെ അവർ വിശ്വസിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് തൽക്കാലം മുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. സർക്കാർ ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ നടപടികൾ എടുക്കണം. അതിന് പ്രത്യേക ഫണ്ട് വെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തുടങ്ങാനുള്ള നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത്. ആളുകളെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ അവർ വിശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നിർമ്മാണം, ഒരുപക്ഷെ അവർ പറയുന്നതിൽ കാര്യമുണ്ടാകാം.